പുനലൂർ SN കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥി കാര്യറ FF മൻസിലിൽ കോയക്കുട്ടിയുടെ മകൻ ഫഹദിനെയാണ് 3ാം വർഷ ബികോം വിദ്യാർത്ഥിയും വിളക്കുടി ഗ്രാമസഭാംഗം ഷാഹിദ ബീവിയുടെ മകനുമായ ഷിഹാസ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഫഹദിന് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കഴുത്തിൽ പരിക്കേറ്റ ഫഹദിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിൽ വെച്ച് ഫഹദിനോട് ഷിഹാസ് സല്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇതിനെ സമ്മതിക്കാതിരുന്നതിനാണ് മർദ്ദനമെന്നും ഇനി കോളേജിലെത്തിയാൽ കൊന്നുകളയുമെന്ന് ഷിഹാസ് ഭീഷണിപ്പെടുത്തിയെന്നും ഫഹദ് ആരോപിക്കുന്നു. എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൊന്നും പറഞ്ഞില്ല, തിരിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. വെള്ളം അടിച്ചിട്ടിരിക്കുകയാണ് അന്ന്. ഇന്ന് ബസ് സ്റ്റാൻഡിൽ വന്നപ്പം അതിൻ്റെ ഇതായിട്ട് എന്നെ ഒറ്റയ്ക്ക് സ്നേഹത്തെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ ആദ്യം ചീത്ത വിളിച്ച് പിന്നെ അടിയായി. കയ്യിൽ വളയെന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അതായത് ഞാൻ മുറിയാൻ കാരണം. നേരത്തെ വലിയ വിഷയങ്ങളുണ്ടോ? വേറെ വിഷയമൊന്നുമില്ല, ഈ സല്യൂട്ട് അടിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചില്ല, അതായിരുന്നു വിഷയം. വിവരമറിഞ്ഞ് കാര്യറയിൽ നിന്നും 50 പേരോളം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെത്തിയെങ്കിലും ഷിഹാസ് വിളക്കുടിയിലേക്ക് എത്തുകയായിരുന്നു. സംഘം ഇവിടെയും എത്തിയപ്പോൾ വിളക്കുടിയിലെ പാർട്ടി പ്രവർത്തകരുമായി വാക്കേറ്റമായി. ഷിഹാസിനെ കടയിൽ കയറ്റി പൂട്ടിയിടുകയായിരുന്നു. സംഘർഷാവസ്ഥ നിലനിൽക്കെ പുനലൂർ CI R വിജയൻ സ്ഥലത്തെത്തി. ഒടുവിൽ കാര്യറവാസികളെ സ്ഥലത്തു നിന്നും പറഞ്ഞയച്ച ശേഷം കട തുറന്ന് ഷിഹാസിനെ CI കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ ഷിഹാസിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.